ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കുമ്പളങ്ങയും തോരമ്പരിപ്പും കൊണ്ട് നല്ലൊരു ഒഴിച്ചുകറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 സ്പൂൺ തോരമ്പരിപ്പ് എടുത്ത് ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചുമന്ന കളറിലുള്ള ദാലാണ് എടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ കുമ്പളങ്ങ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഇതുപോലെ ചതുരം പീസാക്കി എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങയും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ദാലും കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലാവശ്യത്തിന് ഉപ്പും ഒരു 1/4 സ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളകി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ കേട്ടാൽ മതിയാകും. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1/4 സ്പൂൺ ജീരകവും പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും തോരമ്പരിപ്പും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റിയതിന് ശേഷം ഒരു തവി വെച്ച് നമുക്ക് ചെറുതായിട്ട് എല്ലാ കഷ്ണങ്ങളൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഷ്ണങ്ങളൊന്ന് തവി വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തു. മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയതിന് ശേഷം അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മോരികറിക്കൊക്കെ ആക്കുന്ന ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു 7 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേ ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അടച്ച് വെച്ചാൽ മതിയാകും. നമ്മൾ തൈരൊന്നും ചേർക്കാതെ തന്നെ കുമ്പളങ്ങയും തോരമ്പരിപ്പും കൊണ്ടൊരു നല്ലൊരു ഒഴിച്ചുകറി റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.